നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് OnePlusന്റെ സ്മാർട്ട് വാച്ച്. അതും ഈ ഒരു വാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് OnePlusന്റെ ഹാരി പോട്ടർ ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ OnePlus 9 സീരീസിലെ ഫോണുകൾ പുറത്തിറക്കിയപ്പോൾ അതിനോടൊപ്പമാണ് OnePlusന്റെ ആദ്യ സ്മാർട്ട് വാച്ച് പുറത്തിറക്കിയത്. അതിനുശേഷം ഇത്തരത്തിൽ OnePlusന്റെ കൊബാൾട്ട് ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് വാച്ച് പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വീഡിയോ രൂപത്തിൽ ചെയ്തതാണ്, നിങ്ങളെ പരിചയപ്പെടുത്തിയാണ് ഈ ഒരു വാച്ച്. ഇതിന്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്രോമിയം ഫിനിഷും അതുപോലെ ലെതർ സ്ട്രാപ്പും ഒക്കെ ആയിട്ട് വരുന്ന ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിരുന്നു. അതിനുശേഷം ഇപ്പോൾ OnePlus വാച്ചിന്റെ ഹാരി പോട്ടർ ലിമിറ്റഡ് എഡിഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പരിശോധിക്കാം OnePlusന്റെ ഹാരി പോട്ടർ ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് വാച്ചിന്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒരു ബോക്സിൽ തന്നെയാണ് OnePlusന്റെ ഈ ഒരു ഹാരി പോട്ടർ ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് വാച്ച് വരുന്നത്. നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ പേരെല്ലാം ഇതുപോലെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് ഒരു കത്തിയുടെ ഒന്നും ആവശ്യമില്ല, ജസ്റ്റ് ഈ ഒരു ഭാഗം ഇതുപോലെ വലിച്ചിളക്കിയാൽ മതി. ഒരു പ്രീമിയം റിച്ച്നെസ് നമുക്ക് ഇതിൻ്റെ ഒരു ബോക്സ് പാക്കേജിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ ഹാരി പോട്ടറുമായിട്ട് ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഈ ബോക്സിൻ്റെ പുറത്ത്. ഇങ്ങനെയാണ് ഇത് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബോക്സിൻ്റെ പുറത്തും ഇതുപോലെ സൈഡിൽ ഹാരി പോട്ടർ എന്നതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ OnePlus എന്നും എഴുതിയിരിക്കുന്നു. ഇതിനകത്തും ഈ സൈഡിൽ OnePlus എന്ന് ഇതുപോലെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഹാരി പോട്ടർ എന്ന് എഴുതിയിട്ടുണ്ട്. വിസാഡിങ് വേൾഡ് എന്ന് ഇതുപോലെ കാണിക്കുന്നു. ഇവിടെ നല്ല ഒരു സത്യം പറഞ്ഞാൽ എൻ്റെ ബോക്സ് തന്നെ അടിപൊളി. വാച്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് ബോക്സ് തന്നെ ഒരു ഭയങ്കര ഒരു പ്രീമിയം ഫീൽ, നല്ല രസമുണ്ട് മൊത്തത്തിൽ. ഇത് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. കിടിലൻ സെറ്റപ്പ്. ഇതിനകത്ത് ദി മാജിക് അവൈറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്നു. അത് ഓപ്പൺ ചെയ്യുന്നു. ദേ ഇരിക്കുന്നു നമ്മുടെ വാച്ച്. ഞാനത് ഇതുപോലെ പുറത്തേക്ക് എടുക്കട്ടെ, അത് അവിടെ മാറ്റി വെക്കാം. പിന്നെ ഈ ഒരു ബോക്സിനകത്ത് വേറെ എന്തൊക്കെയുണ്ട് നോക്കാം. ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് തുറക്കാം. ഇതിനകത്ത് ഇതിൻ്റെ ഒരു ചാർജിങ് കേബിൾ കൊടുത്തിട്ടുണ്ട്. സാധാരണ OnePlus വാച്ചിനോടൊപ്പം വന്ന ടൈപ്പ് തന്നെയുള്ള ഒരു ചാർജിങ് കേബിളാണ്. കണ്ടില്ലേ, ഈ ഒരു ഡോക്കും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അതുണ്ട്. കൂടാതെ ഇതിൻ്റെ ഒരു യൂസർ മാനുവൽ, അതെല്ലാം ഒരു കാണാനൊരു സാധാരണ വൈറ്റ് കളറിലെ പേപ്പറല്ലേ വരുന്നത്. ഇത് ഒരു പ്രത്യേക ഒരു ഫിനിഷ്, ആ ഒരു ഹാരി പോട്ടർ ആ ഒരു തീം ഈ ഒരു യൂസർ മാനുവലിൽ പോലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂസർ മാനുവൽ പിന്നെന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒളിഞ്ഞിരിക്കുന്നുണ്ടോയെന്ന് അറിയാം. എനിവേ, അത് കൂടാതെ ഇവിടെ ഒരു റെഡ് കേബിൾ ക്ലബിൻ്റെ ഒരു മെമ്പർഷിപ്പ് കാർഡ് കൂടി കൊടുത്തിട്ടുണ്ട്. സ്കാൻ ടു ക്ലെയിം യുവർ വെൽക്കം ബെനിഫിറ്റ്സ്. നമ്മളിത് വാങ്ങുമ്പോൾ ഈ പറഞ്ഞ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഇതിൻ്റെ വെൽക്കം ബെനിഫിറ്റ്സ് നമുക്ക് നേടാം. എനിവേ, ബോക്സ് എല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. എന്തായാലും ഒരു കിടിലൻ ഒരു പാക്കിങ്ങിലായിരുന്നു ഈ ഒരു വാച്ച് വന്നതെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ദേ ഇരിക്കും നമ്മുടെ OnePlus ഹാരി പോട്ടർ ലിമിറ്റഡ് എഡിഷൻ സ്മാർട്ട് വാച്ച്. അതിൻ്റെ ഒരു കളർ തീമൊക്കെ കൊള്ളാം. യൂസർ മാനുവലിലൊക്കെ കണ്ട ആ ഒരു കളർ തീം ഇവിടെ ഈ ഒരു വാച്ചിനകത്തും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ലെതർ സ്ട്രാപ്പാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൊബാൾട്ട് എഡിഷൻ വാച്ചിൽ കണ്ട അതേപോലത്തെ ലെതർ സ്ട്രാപ്പാണ്. സൈസും കാര്യങ്ങളൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഇതിപ്പം OnePlusന്റെ വാച്ചിലെ മൂന്നാമത്തെ വേരിയന്റ് ആണെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരുന്നു. ഈ കയ്യിൽ കെട്ടിയിരിക്കുന്നത് കൊബാൾട്ട് എഡിഷൻ ആണ്. ഇത് ഹാരി പോട്ടർ എഡിഷൻ. അപ്പോൾ ഇതിനകത്ത് കൊബാൾട്ട് എഡിഷൻ അതൊരു ഗ്രീൻ കളർ തീമാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്ട്രാപ്പിനും അതുപോലെ ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് വാച്ച് ഫേസും ഒക്കെ അത്തരത്തിലൊരു ഗ്രീൻ കളറിൽ വന്നെങ്കിൽ ഇവിടെ ഇത്തരത്തിലൊരു ബ്രൗൺ കളർ ലെതർ ഫിനിഷുമായിട്ടാണ് ഈ ഒരു വാച്ച് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഭാഗവും കൊബാൾട്ട് തന്നെയാണെന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ സെൻസറും കാര്യങ്ങളും എല്ലാം കൊടുത്തിരിക്കുന്നതായിട്ട് കാണാം. എനിവേ, നമുക്ക് ഈ ഒരു വാച്ച് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ എനിക്ക് ഇതിനകത്ത് സ്പെസിഫിക്കേഷനിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വരാനില്ല. ഈ ഒരു OnePlus വാച്ചിൻ്റെ സെയിം സ്പെസിഫിക്കേഷൻ തന്നെയാണ് ഈ ഒരു വാച്ചിലും വരുന്നത്. ഈ ഒരു ഹാരി പോട്ടർ എഡിഷൻ എന്ന രീതിയിൽ ഇതിൻ്റെ ഒരു തീം മാത്രമാണ് ചേഞ്ച് മെയിനായിട്ട് നൽകിയിരിക്കുന്നത്. പ്രൈസിലും ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. പ്രൈസ് എനിക്ക് നിലവിൽ ഇപ്പോൾ അറിയത്തില്ല. അതുപോലെ ഈ ഒരു വാച്ച് ഇത്തരത്തിൽ നമ്മൾ ഓൺ ആക്കുമ്പോൾ തന്നെ ആ ഒരു ഹാരി പോട്ടറിൻ്റെ ഒരു ലോഗോ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ ലാംഗ്വേജ് സെലക്ഷൻ ചോദിക്കുന്നു. ഇനി നമുക്ക് OnePlus ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് വേണം ഈ ഒരു വാച്ചിനെ നമ്മുടെ ഫോണുമായിട്ട് പെയർ ചെയ്യാൻ. അപ്പോൾ ഈ ഒരു വാച്ച് ഞാനിപ്പോൾ എൻ്റെ ഫോണുമായിട്ട് പെയർ ചെയ്തു. OnePlus ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടാണ് പെയർ ചെയ്യേണ്ടത്. പെയർ ചെയ്തപ്പോൾ തന്നെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇതിലേക്ക് വന്നു. അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നു. ഞാൻ ആ അപ്ഡേറ്റ് എല്ലാം ചെയ്തിട്ടാണ് ഇപ്പോൾ എൻ്റെ ബാക്കി ഭാഗം നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് ഇതിനകത്ത് നൽകിയിരിക്കുന്ന വാച്ച് ഫേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ തീമായിട്ടുള്ള ഈ ഒരു ഹാരി പോട്ടറിനെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വാച്ച് ഫേസുകളാണ് വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഹാരി പോട്ടറിനെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാം, 6 വ്യത്യസ്ത ഹൗസുകൾ ഹാരി പോട്ടറിലുണ്ട്. ആ 6 ഹൗസുകളെ റെപ്രസെന്റ് ചെയ്യുന്ന തരത്തിലുള്ള വാച്ച് ഫേസുകളാണ് ഈ വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. കണ്ടില്ലേ, ഈ ഒരു ഫസ്റ്റ് വാച്ച് ഫേസ് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അതിന്റെ പേര് കൊടുത്തിട്ടുണ്ടല്ലേ, സ്ലൈത്തറിൻ എന്നാണ് ആ ഒരു വാച്ച് ഫേസിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് അടുത്തടുത്ത വാച്ച് ഫേസുകളിലേക്ക് മാറുമ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം ഈ പറഞ്ഞ ഒരു ഹാരി പോട്ടർ ആ ഒരു തീമിനെ ബേസ് ചെയ്തിട്ടുള്ള 6 വ്യത്യസ്ത ഹൗസുകളെ ബേസ് ചെയ്തിട്ടുള്ള വാച്ച് ഫേസ് ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നു. അത്തരത്തിലുള്ള ആ 6 വാച്ച് ഫേസുകൾ ആ ഒരു ഹൗസിനെ റെപ്രസെന്റ് ചെയ്യുന്ന
പറയുന്ന 6 വാച്ച് ഫേസുകൾ കഴിഞ്ഞാൽ പിന്നീട് OnePlusന്റെ സാധാരണ സ്മാർട്ട് വാച്ചിൽ കാണപ്പെടുന്ന വാച്ച് ഫേസുകളും ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇനി അതും പോരാ, നിങ്ങൾക്ക് അതിലും കൂടുതൽ വാച്ച് ഫേസ് നിങ്ങൾക്ക് ഈ ഒരു വാച്ചിനകത്തേക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഈ ഒരു OnePlus ഹെൽത്ത് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിലേക്ക് വന്നാൽ നിരവധി നല്ല കാണാൻ ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള കിടിലൻ വാച്ച് ഫേസുകൾ നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് സത്യത്തിൽ എന്നെ ഞെട്ടിച്ചിരിക്കുന്നത്. സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് OnePlusന്റെ ഈ ഒരു വാച്ചുകളിൽ OnePlus നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ബക്കിളിൽ പോലും ഈ പറഞ്ഞ ഹാരി പോട്ടർ എന്ന് പറയുന്ന രീതിയിൽ എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. ഇവിടെയൊക്കെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോഗോകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു വാച്ചിൻ്റെ മൊത്തത്തിലുള്ള ഒരു തീം എന്ന് പറയുന്ന ഈ ഒരു ഹാരി പോട്ടർ തീമാണ്. അതുപോലെ കൊബാൾട്ട് എഡിഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ലെതർ ഫിനിഷിലുള്ള സ്ട്രാപ്പാണ് കൊടുത്തിരുന്നതെങ്കിൽ ഇത് ഒരു ക്ലോസ്ഡ് ടൈപ്പ് ലെതർ ആയിരുന്നു നൽകിയിരുന്നത്. പക്ഷേ ഇത് ഒരു ഓപ്പൺ ടൈപ്പ് ലെതർ ആണ് നൽകിയിരിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടി ഈ ഒരു ക്ലോസ്ഡ് ടൈപ്പാണ് എനിക്ക് കുറച്ചുകൂടി പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ടതെന്നും ഓർമ്മിപ്പിക്കട്ടെ. 1.39 ഇഞ്ചിൻ്റെ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിനകത്ത് OnePlus നൽകിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ലെതർ സ്ട്രാപ്പ് എന്ന് പറയുന്നത് വീഗൻ ലെതർ കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് വീഗൻ ലെതർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെതറിൻ്റെ നിർമ്മാണം ഒരു ജീവിയെ പോലും ഹനിക്കാതെ തയ്യാറാക്കുന്ന ലെതറിനെയാണ് വീഗൻ ലെതർ എന്ന് പറയുന്നത്. അത്തരം ഒരു ലെതറാണ് ഈ ഒരു വാച്ചിലും ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഈ ഒരു വാച്ചിൻ്റെ പ്രധാനപ്പെട്ട ഇന്റർഫേസ് പറഞ്ഞാൽ മുകളിൽ നിന്ന് ഇത്തരത്തിൽ താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ടോഗിളുകൾ കാണാം. അതായത് സ്ലീപ്പ് മോഡ്, ബ്രൈറ്റ്നസ് കൂട്ടാനുള്ള ഓപ്ഷൻ, ടോർച്ച് ലൈറ്റ്, സെറ്റിംഗ്സ് തുടങ്ങിയ ടോഗിളുകൾ കാണുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷനുകൾ നമുക്ക് കാണാം. ഞാനിപ്പോൾ ജസ്റ്റ് ഫോണുമായിട്ട് പെയർ ചെയ്തതേ ഉള്ളൂ, അതുകൊണ്ട് അതിനകത്തേക്ക് നോട്ടിഫിക്കേഷനുകൾ വന്നു തുടങ്ങിയിട്ടില്ല. ഇനി വലത്തുനിന്ന് ഇടത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് മോണിറ്ററാണ് ഈ കാണുന്നത്. ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പ് ഡേറ്റ കാണിക്കും. അതായത് നമ്മൾ ഉറങ്ങുമ്പോൾ ഈ ഒരു വാച്ച് കയ്യിൽ കിട്ടിക്കൊണ്ട് കിടന്നാൽ എത്ര മണിക്കൂർ നമ്മൾ ഉറങ്ങി തുടങ്ങിയ ഡീറ്റെയിൽ കാണും. അത് വളരെ കൃത്യതയോടുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണെന്ന് ഓർമ്മിക്കട്ടെ. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് മ്യൂസിക് പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ വരികയാണ്. ഇപ്പോൾ നമ്മുടെ ഫോണിൽ നമ്മൾ യൂട്യൂബോ അല്ലെങ്കിൽ ഏതെങ്കിലും മ്യൂസിക് പ്ലെയർ വഴി നമ്മൾ പാട്ട് കേൾക്കുകയാണെങ്കിൽ അവയെ കൺട്രോൾ ചെയ്യാനും അതുപോലെ ഈ ഒരു വാച്ചിനകത്ത് നമുക്ക് മ്യൂസിക് സ്റ്റോർ ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫോണിൽ നിന്ന് ബ്ലൂടൂത്ത് വഴി പാട്ടുകൾ ഇതിൻ്റെ ഇന്റേണൽ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാം. അത് ഈ ഒരു വാച്ചിനെ ഏതെങ്കിലും ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റുമായിട്ട് ബ്ലൂടൂത്ത് വഴി പെയർ ചെയ്തിട്ട് അത്തരം പാട്ടുകൾ പ്ലേ ചെയ്യാനും ഈ ഒരു മ്യൂസിക് പ്ലെയർ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് ഈ ഒരു വാച്ചിൻ്റെ സൈഡിൽ ഇത്തരത്തിലൊരു ബട്ടൺ വല സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാം. SpO2, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് സെൻസർ തുടങ്ങിയ ഒരുവിധമുള്ള എല്ലാ സെൻസറുകളും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഫോൺ കോളുകൾ ചെയ്യാനും നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ അറ്റൻഡ് ചെയ്യാനുമുള്ള സംവിധാനം ഈ ഒരു പ്രീമിയം വാച്ചിൽ തന്നെ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാച്ചിൻ്റെ സൈഡിൽ ഇത്തരത്തിൽ 2 ബട്ടണുകളുണ്ട്. ഇവിടെ ഈ ഒരു പ്രധാനപ്പെട്ട ബട്ടണിനകത്ത് ഇത്തരത്തിൽ OnePlus എന്നിങ്ങനെ ബാഡ്ജ് ചെയ്തിരിക്കുന്ന കാണാം. ഈ ഒരു സെക്കൻഡ് ബട്ടണിനെ ഏത് ഫംഗ്ഷൻ വേണമെങ്കിലും നമുക്ക് അതിലേക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് കോൾ ഫീച്ചർ എടുക്കണമെങ്കിൽ ഈ ഒരു ബട്ടണിനകത്ത് അത് നമുക്ക് അസൈൻ ചെയ്ത് വെക്കാം. അങ്ങനെ അസൈൻ ചെയ്ത് വെച്ചാൽ ആ ഒരു ബട്ടൺ ഇപ്പോൾ വർക്കൗട്ട് മോഡാണ് അതിൽ അസൈൻ ചെയ്യുന്നതെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ വർക്കൗട്ട് മോഡുകൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇഷ്ടമുള്ള ഫീച്ചർ നമുക്ക് ഈ സെക്കൻഡ് ബട്ടണിൽ നമുക്ക് അസൈൻ ചെയ്യാൻ സാധിക്കും. 110-ലധികം വ്യത്യസ്ത വർക്കൗട്ട് മോഡുകൾ ഈ ഒരു സ്മാർട്ട് വാച്ചിനകത്ത് ഉണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. അതുപോലെ ഈ ഒരു വാച്ചിനകത്ത് ഇന്റേണൽ മെമ്മറി ആയിട്ട് 4GB ആണ് നൽകിയിരിക്കുന്നത്. IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. ഇൻബിൽറ്റ് GPS സപ്പോർട്ട് ഈ ഒരു വാച്ചിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു വാച്ച് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ OnePlus TV ഉണ്ടെങ്കിൽ ഇവിടെ TV കണക്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ TV കണക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റിമോട്ട് ഇല്ലാതെ നമ്മുടെ OnePlus TV ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ വരെ ഈ ഒരു വാച്ചിൽ നൽകിയിട്ടുണ്ട്. ഓർക്കുക, ഈ OnePlusന്റെ ബേസ് വേരിയന്റ് ആയിട്ടുള്ള സ്മാർട്ട് വാച്ചിന്റെ വില എന്ന് പറയുന്നത് 15,000 രൂപയായിരുന്നു. അതായത് 14,999 രൂപ. നേരത്തെ പരിചയപ്പെട്ട കൊബാൾട്ട് എഡിഷന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 19,999 രൂപയായിരുന്നു. 20,000 രൂപ. എന്നാൽ ഈ ഒരു ഹാരി പോട്ടർ എഡിഷൻ സ്പെഷ്യൽ എഡിഷൻ വാച്ച് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നതെന്ന് നിലവിൽ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് അറിവായിട്ടില്ല. പക്ഷേ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പ്രൈസിങ് അറിവാകും. നമ്മൾ ഫസ്റ്റ് കമൻ്റായിട്ട് പരമാവധി നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.